നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുക്കുമ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. അതിജീവിതകളെ അനുകൂലിക്കുന്നവരുമുണ്ട്, പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എപ്പോഴും അവരുടെ ഒരു നിലപാട് അത് രാഹുലിന് അനുകൂലമായ നിലപാടാണ്, അല്ലെങ്കിൽ പുരുഷനൊപ്പമുള്ള ഒരു നിലപാടാണ് പലപ്പോഴും ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലേ? ഇപ്പോൾ അതിജീവിതകളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറയുമ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു, അദ്ദേഹം ഗൗരവം ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നതടക്കമുള്ള പ്രതികരണം നടത്തിയിരിക്കുകയാണ് മലയാളി വാർത്തയോട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. രാഹുലിന് തെറ്റുപറ്റിയോ? ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. സാർ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പരാതിയല്ല. ഒരാൾ വരുന്നു, രണ്ടാമത്തെ ആൾ വരുന്നു, മൂന്നാമത്തെ ആൾ വരുന്നു. ഈ 3 കുറ്റങ്ങളും രാഹുൽ നിഷേധിക്കുന്നില്ല. അതൊക്കെ നടന്ന സംഭവങ്ങളാണ്. പക്ഷേ പരാതി മാത്രം വ്യാജമാണെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ബന്ധമുണ്ടായി അതിനെയൊന്നും വിസമ്മതിക്കുന്നില്ല. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഒരു MLA ആണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുക, പല സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അത് രാഹുലിന്റെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയല്ലേ? നമുക്ക് നമ്മൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ചെയ്തത് തെറ്റല്ല. ധാർമ്മികമായിട്ട് ഞാൻ പറയാം. അപ്പോ ഇവിടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പരസ്പര ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം തെറ്റല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. വിവാഹം കഴിക്കാത്ത ഒരാളും വിവാഹം കഴിച്ച ഒരാളും രണ്ട് വ്യത്യാസമാണ്. അത് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിവാഹത്തിന് മുമ്പേ എങ്ങനെയായിരുന്നു എന്നും വിവാഹ ശേഷം നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും വ്യക്തമാണ് നമുക്ക്. അപ്പോൾ ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരാൾ ഇതിലൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് ആയിട്ട് കാണുകയും ഈ പെൺകുട്ടികളെല്ലാം അങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്, ഇയാള് ഇവരിൽ ആരുടെയും പുറകെ പോയതല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് പല പ്രാവശ്യം പ്രലോഭിപ്പിച്ച് വീഴ്ത്തിയതാണ് അദ്ദേഹത്തെ. അങ്ങനെയാണ് ഇനിയിപ്പോ എത്ര 50 പീഡനം വന്നാലും 100 പീഡനം വന്നു എന്ന് പറഞ്ഞാലും ഇതൊന്നും പീഡനമല്ല. ഈ ഭർത്താവുള്ള ഇതുപോലുള്ള കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾ അവരുടെ വേണ്ടിയിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ ദുരുപയോഗം ചെയ്യുന്നു, അവരെ ചതിക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളെ കറക്റ്റായിട്ട് സംസാരിച്ച് നിർത്തുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവരൊന്നും പരാതിയുമായിട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പിന്നീട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലോട്ട് ഇദ്ദേഹം യോജിക്കുന്നില്ലായിരിക്കാം. അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം അല്ലായെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇങ്ങനെ ഒന്നടങ്കം പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ല എങ്കിൽ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. കാര്യം റെനി ആണല്ലോ ആദ്യം ഇതിന്റെ ഈ തുടക്കക്കാരി. അപ്പൊ റെനിയും പ്രതിപക്ഷ നേതാവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം യുവ നേതാവ് ഇവിടെ 1-2 ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ശക്തമായിട്ട് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നല്ല തല ഉയർത്തി വളർന്നു വരുന്ന യുവ നേതാക്കന്മാര്, അവരെ മുൻപൊരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ അങ്ങനെ യുവ നേതാക്കന്മാർ വന്നാൽ അവരെ ഒരു പെണ്ണ് കേസിലെടുത്ത് പിടിച്ചിട്ട് അവരെ സമൂഹത്തിൽ നാറ്റക്കേസാക്കി മാറ്റി അവരെ ഒതുക്കുക എന്നുള്ളൊരു അജണ്ടയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് ഇമാതിരിയുള്ള സ്ത്രീകളെ കണ്ടെത്തി അവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാർ തന്നെ ഇദ്ദേഹത്തെ കുരുക്കിയിട്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളർന്നു വരുന്ന ഭാവിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്ന യുവ നേതാവാണ്. അദ്ദേഹത്തിന് അത്രത്തോളം കഴിവുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. പിന്നെ നിയമസഭയിൽ യഥാർത്ഥം പറഞ്ഞാല് മെൻസ് കമ്മീഷന് വേണ്ടി എതിർത്തൊരു ആളുമാണ്. ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് മെൻസ് കമ്മീഷന് വേണ്ടി എതിർത്ത രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അദ്ദേഹം പുരുഷന്മാർക്ക് മെൻസ് കമ്മീഷൻ വേണമെന്നും പുരുഷന്മാർക്ക് സംവരണം വേണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പൊ ഓർത്തോർത്ത് വിലപിക്കുന്നുണ്ടാവും മാനസികമായിട്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ജയിലിൽ അദ്ദേഹം എന്തായാലും അവിടെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. മുൻപും അദ്ദേഹം പോയിട്ടുള്ളതാണ്. ജയിലെന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാം കൊണ്ടും സുരക്ഷിതവും സുന്ദരവുമായിട്ടുള്ള നല്ലൊരു ഇടം തന്നെയാണ്. അതുകൊണ്ട് അവിടെയൊന്നും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാര്യം അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചില അമ്മമാരൊക്കെ
എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, അവിടെ ജയിലിലെ തല്ലോ എന്താണ്, അവിടുത്തെ സ്ഥിതി എന്താണ്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ്, തീർച്ചയായിട്ടും അവിടെ യാതൊരു ബുദ്ധിമുട്ടും ജയിലിൽ ഉണ്ടാവില്ല. VIP പരിഗണന തന്നെ കിട്ടും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല. രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോ ചുറ്റും നിന്ന് പ്രതിഷേധക്കാരൊക്കെ ചോദിക്കുന്നു, നിനക്ക് എന്ത് തൊലിക്കട്ടിയാണെടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചോദ്യങ്ങളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇതെല്ലാം നേരിടുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ പോയത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമാണ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ നമുക്കും അറിയാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ല പോയത്. കാര്യം തെറ്റ് ചെയ്യുന്ന ഒരാളല്ലേ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. കാര്യം ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വെച്ചിട്ട് അദ്ദേഹം ചെയ്തത് ഒരു കാരണവശാലും തെറ്റല്ല. എന്നാൽ ഈ അതിജീവിതമാർ എന്ന് പറയുന്ന അതിജീവിതമാർക്ക് പോലും അപമാനമായിട്ടുള്ള, സ്ത്രീകൾക്ക് വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഈ രതിജീവിതമാരാണ് യഥാർത്ഥത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നതും. കാരണം ഇപ്പോ KSRTC ബസ്സിലെ ഒരു പെൺകുട്ടിയുടെ കണ്ടില്ലേ, ഇപ്പൊ അവർക്കിപ്പോ KSRTC ആയി അവളുടെ പേര് തന്നെ KSRTC റെജി അങ്ങനെ എന്തോണ്. അങ്ങനെയാണ് ഇപ്പോ ചില വീഡിയോസിലൊക്കെ വരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇവരെയൊക്കെ ഇനി രതിജീവിതമാരെന്ന് ഇവരെ പുറത്ത് കാണുമ്പോൾ ജനങ്ങൾ, സ്ത്രീകൾ തന്നെ കാർക്ക് തുപ്പിക്കൊണ്ട് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോ രാഹുൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഞെളിഞ്ഞ് സുന്ദരമായിട്ട് ചിരിച്ചു തന്നെ നടക്കണം. അതിന്റെ ആവശ്യമുള്ളൂ. അതാണ് തൊലിക്കട്ടി എന്നല്ല, അത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധമാണത്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒരു മുഖഭാവവും കാഴ്ചപ്പാടുമാണ് അദ്ദേഹം. അത് തന്നെയാണ് ശരി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദുഃഖിച്ച് ഞാൻ എന്തോ മഴോ പാതകം ചെയ്തു എന്ന് പറഞ്ഞ് കുനിഞ്ഞിരി വിഷമിച്ച് കരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതും അങ്ങോട്ട് മെസ്സേജ് അയച്ച് അദ്ദേഹത്തിന് എത്രയോ പ്രാവശ്യം മെസ്സേജ് അയച്ചും ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പോ ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി എത്രയോ ഒരു 3-4 മണിക്കൂർ അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിലോ കാറിലോ. അപ്പൊ അതിനുവേണ്ടി അവർ സമയം കണ്ടെത്താൻ വേണ്ടി നീണ്ടുപോകരുത്, അടുത്ത മാസം അങ്ങനെയുള്ള നിസ്സാര കാലയളവിൽ കാണണം, അത്രത്തോളം മുട്ടി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പീഡിപ്പിക്കുവാനും എല്ലാത്തിനും പോയി കിടന്നു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരാളുമല്ല. അപ്പോ രാഹുലിന്റെ ഭാഗത്തുനിന്നും കുറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടെന്ന് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജാഗ്രത വേണമായിരുന്നു. കാര്യം കണ്ണടച്ച് പെണ്ണിനെ വിശ്വസിച്ചതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റെന്ന് പറയുന്നത്. ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ സാർ ചിലപ്പോൾ